പയ്യന്നൂർ, തളിപ്പറമ്പ് എന്നിവിടങ്ങളിലും വലിയ അതൃപ്തി അത് UDF-നുള്ളിൽ ഉണ്ടാകുന്നുണ്ട് എന്നതാണ്. എന്തായാലും ഈ പറഞ്ഞ മൂന്നിടങ്ങൾ കണ്ണൂരിലും പയ്യന്നൂരിലും തളിപ്പറമ്പിലും അവിടെ CPM നേതാക്കളെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിൽ കോൺഗ്രസിൽ പ്രതിസന്ധി എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. പിന്തുണ നൽകിയിട്ടും പയ്യന്നൂരിൽ UDF കമ്മിറ്റികളിൽ പങ്കെടുക്കാൻ വി കുഞ്ഞികൃഷ്ണൻ വിസമ്മതിക്കുന്നുണ്ട്. പങ്കെടുത്താൽ CPM വോട്ട് കിട്ടില്ല എന്നാണ് ഭയം. തളിപ്പറമ്പിലും സമാന പ്രതിസന്ധിയാണ്. TK ഗോവിന്ദനെ പിന്തുണയ്ക്കാനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസിൽ കടുത്ത പ്രതിഷേധമുണ്ട്. അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി. അജീഷ്, അതായത് തളിപ്പറമ്പിലും പയ്യന്നൂരിലും വലിയ പ്രതിസന്ധിയാണ് കോൺഗ്രസിലല്ലേ? അനുജ, ഈ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഈ CPM വിട്ട് പുറത്തു വന്ന വിമതന്മാരെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് മുതൽ കോൺഗ്രസിനകത്ത് അസ്വാരസ്യങ്ങളുണ്ട്. കോൺഗ്രസിൽ നിന്നുള്ള ആളുകളെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് അവർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ അബ്ദുൾ റഷീദിന്റെ പേരായിരുന്നു അവസാന ഘട്ടം വരെയും പരിഗണിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനം നൽകാതെ അദ്ദേഹത്തെ ധർമ്മടത്തേക്ക് മാറ്റുകയായിരുന്നു. ഇതിൽ കോൺഗ്രസിനകത്തും അവിടുത്തെ തളിപ്പറമ്പിലെ ലീഗിനകത്തുമൊക്കെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പയ്യന്നൂരിൽ മറ്റൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ UDF നേരിടുന്നത്. UDF പിന്തുണയ്ക്കുന്ന വി കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം ഇപ്പോൾ UDF-ന്റെ മണ്ഡലം കമ്മിറ്റി യോഗങ്ങളിലൊന്നും സജീവമായി പങ്കെടുക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രവർത്തകരുടെ ഒരു പരാതി. UDF യോഗങ്ങളിൽ പങ്കെടുത്താൽ CPM-ന്റെ വോട്ട് കിട്ടില്ലെന്നുള്ളൊരു ഭയം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള മണ്ഡല കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കേണ്ട എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ ക്യാമ്പിന്റെ നിലവിലത്തെ തീരുമാനം. അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഈ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത് പോലും CPM-ൽ ഒരുപാട് പേർ തന്റെ ആരോപണങ്ങളിൽ വിശ്വസിക്കുന്നവരുണ്ട്, അവർ അസ്വസ്ഥരാണ്, അവർ തന്നെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണൻ ആരോപിക്കുന്നത്. പക്ഷെ UDF-നോട് ചേർന്ന് നിന്ന് വോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതെല്ലാം രാഷ്ട്രീയമായി കണ്ട് അത് ആ വോട്ടുകളൊക്കെ തന്നെ CPM-ലേക്ക് പോകും. തനിക്ക് UDF വോട്ട് മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് കുഞ്ഞികൃഷ്ണന്റെ കരുതുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം UDF-ന്റെ ക്യാമ്പുകളിൽ, UDF-ന്റെ മണ്ഡല കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കാത്തത്. ഇതിൽ അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർക്കും കടുത്ത അതൃപ്തിയുണ്ട്. കാരണം തങ്ങളുടെ ഒരു പ്രവർത്തകനെ നിർത്തണമെന്നൊരു ആവശ്യം നേതൃത്വം അംഗീകരിച്ചില്ല. പകരം നിർത്തിയ ആളാകട്ടെ കോൺഗ്രസിനെയും ഒപ്പം തന്നെ UDF-നെയും അകറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് അവിടെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അല്ല അജീഷ്, അവിടെ ഈ ഫർസീൻ മജീദിന്റെ പേര് പറഞ്ഞു കേൾക്കുന്നു. അങ്ങനെ ഒരു നീക്കമുണ്ടോ? അങ്ങനെയും ഒരു നീക്കമുണ്ട്. കാരണം യൂത്ത് കോൺഗ്രസിന് പ്രാതിനിധ്യം കൊടുക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത്. അതായത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനെ പയ്യന്നൂരിൽ പരിഗണിക്കും എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞു കേട്ടിരുന്നത്. പിന്നീട് അത് RSPക്ക് ആ സീറ്റ് വിട്ടു നൽകി. മട്ടന്നൂരിന് പകരം പയ്യന്നൂരിൽ നൽകി. RSP സംസ്ഥാന അധ്യക്ഷൻ ഷിബു ബേബി ജോൺ പിന്നീട് നേരിട്ടെത്തി അവർ അവിടെ മത്സരിക്കുന്നില്ല, കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കുന്നു എന്ന് ഔദ്യോഗികമായി തന്നെ അറിയിക്കുകയായിരുന്നു. അങ്ങനെയാണ് UDF അവിടെ കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. വിജിൽ മോഹനെ മറ്റൊരു മണ്ഡലത്തിൽ പരിഗണിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹത്തിന് സീറ്റ് നൽകിയില്ല. പകരം ഈ ഫർസീൻ മജീദി, അദ്ദേഹത്തെ മട്ടന്നൂരിൽ മത്സരിക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അവസാന ഘട്ടം വരെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അതോടെയാണ് പയ്യന്നൂരിൽ അദ്ദേഹം മത്സരിക്കുമെന്നുള്ളൊരു ആലോചനകളൊക്കെ വന്നു തുടങ്ങിയത്. നാളെ ഒരു നിർണായക യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഒരു നിർണായക യോഗം ചേർന്നുണ്ട്. ആ യോഗത്തിലായിരിക്കും ആരൊക്കെ മത്സരിക്കണം. ഈ വിജിൽ മോഹൻ തളിപ്പറമ്പിലും ഒപ്പം തന്നെ പയ്യന്നൂരിൽ ഈ ഫർസീൻ മജീദിയും മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക. ഒരുപക്ഷെ അതിൽ തീരുമാനം എടുത്തു കഴിഞ്ഞു നേതൃത്വം ഇടപെട്ട് തടഞ്ഞില്ലെങ്കിൽ അവർ തിങ്കളാഴ്ചയോ മറ്റോ അവർ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ളൊരു ആലോചനയിലാണ് നിലവിലുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.